വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. എന്താണെന്നല്ലേ, നല്ല അടിപൊളി മട്ടൻ ലെഗ് സൂപ്പ്. അപ്പോൾ മട്ടൻ്റെ കാല് കൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയത്, അത് ആട്ടും കാല് സൂപ്പ് ഏറ്റവും നല്ലൊരു ഔഷധമാണ്. ആടിൻ്റെ ഏത് പാർട്സ് എടുക്കുകയാണെങ്കിലും അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഹെൽത്തിന് അത്രയും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് നമ്മൾ ലേഡീസ് മാത്രമല്ല, പ്രഗ്നൻറ്റ് ലേഡീസ് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഇങ്ങനെ ആട്ടുംകാലൊക്കെ സൂപ്പാക്കിയിട്ട് കഴിക്കലുണ്ട്. അതേപോലെ തന്നെ ജെൻസിനും അതേപോലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ട്രഡീഷണൽ ആയിട്ട്, അതായത് പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് മട്ടൺ സൂപ്പ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഇനി ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാം. അതേപോലെ തന്നെ വളരെ ഈസിയാണ്, അതേപോലെ തന്നെ വളരെ ഈസി മാത്രമല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മട്ടൻ്റെ സൂപ്പ് കുടിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക, കുടിച്ച് നോക്കുക. ഹെൽത്തിന് അത്രയും പവറും അത്രയും നല്ലതുമാണ് ഈ ഒരു സൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് തന്നെ വളരെ കുറച്ച് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടിയത്. ഇത് ഇത്ര തോനെ എടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഒന്നും ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കലില്ല. നമ്മൾ കുടിക്കുന്നത് ഇയർലി വൺസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും തോന്നെ സാധനങ്ങൾ. നിങ്ങൾ വീക്കിലി കുടിക്കുന്ന ആളുകളാണെച്ചെങ്കിൽ ഇത്ര ഐറ്റംസ് വേണമെന്നില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ആട്ടിൻ്റെ കാല് തന്നെയാണ്. നന്നായി കഴുകി വൃത്തിയാക്കി ആട്ടിൻ്റെ കാലാണ്. അത് അവിടെ തന്നെ ക്ലീനാക്കി തരും കേട്ടോ. നന്നായി ചുട്ടെടുത്ത് ഇതിൽ രോമമൊന്നും ഉണ്ടാവരുത്, രോമമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. രോമം നമ്മുടെ വയറിൽ പെടുകയാണെങ്കിൽ ചിലപ്പോൾ വയറുവേദന അങ്ങനത്തെ സംഭവം, ചിലപ്പോൾ എല്ലാം മസ്റ്റായിട്ടും വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു നന്നായി കരിച്ചെടുത്ത് നല്ല ക്ലീനാക്കി തന്നിട്ടുണ്ട്. വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടിയത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ഒരു എന്താ പറയുക ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒരു നെയ്യ് എടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യ് എന്താ പറയുക ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 20-25ഓളം എടുത്തിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്ര എടുക്കണമെന്നില്ല, ഒരു 10-15 എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ഒരു 25-ന് മുകളിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില നമ്മൾ ഈ കറിവേപ്പില എന്തെങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട, അത് ഡ്രൈ കറിവേപ്പിലയാണ്. അതായത് ഒരുപാട് കറിവേപ്പില മേടിക്കുമ്പോൾ നമ്മളതിനെ ഡ്രൈ ആക്കിയിട്ട് എടുത്ത് വയ്ക്കും. അങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഡ്രൈ കറിവേപ്പില ഞാൻ എടുക്കണത്. നിങ്ങൾക്ക് ഫ്രഷായി കിട്ടുകയാണെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ, നല്ലതാണ്. പിന്നെ നമ്മൾ ഇത്ര ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പൈസസ് വേണം. സ്പൈസസ് ഇടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. അതേപോലെ നമ്മൾ കുടിക്കുമ്പോൾ നല്ലതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പെരുംജീരകം എടുക്കുന്നുണ്ട്. പെരുംജീരകം അല്ല, ചെറുജീരകം ഉണ്ടല്ലോ, അത് നമ്മുടെ ദഹനത്തിനൊക്കെ നല്ലതാണ്. ചെറുജീരകം ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ഉണക്കമുളകാണ്. ഉണക്കമുളക് ഒരു 3-4 ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ കുരുമുളകാണ്. കുരുമുളക് ഞാനിതിലിപ്പോൾ ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുരുമുളക് എന്തായാലും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ദെൻ നമുക്ക് മല്ലി വേണം. മല്ലി പൊടിയല്ല, മല്ലി മുഴുവനായിട്ടുള്ള മല്ലി, പച്ചമല്ലിയാണ് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. പച്ചമല്ലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പച്ചമല്ലി മാത്രമല്ല, മല്ലിയുടെ ഇലയും അതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. മല്ലി ഇലയെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട്. കാണാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണും കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അതേപോലെ തന്നെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ കുരുമുളകും അതേപോലെ തന്നെ മല്ലിയും പച്ചമല്ലിയും അതേപോലെ ഈ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ ഉള്ളി വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. സവാള ഒന്നും എടുത്തേക്കരുത്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം സവാള എടുക്കുക. സവാളയെക്കാട്ടിലും നല്ലത് ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയ പൗഡേഴ്സ് മഞ്ഞൾപ്പൊടി ഉറപ്പായിട്ടും നമ്മൾ ഇടണം. നമ്മളുടെ എന്താ പറയുക ശരീരത്തിനുള്ളിലുള്ള വിഷാംശമൊക്കെ കളയാനും ഇതിനും ഒക്കെ നല്ലതാണ്. ഞാനൊരു ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല ചേർക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ മട്ടൻ മസാലയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഓക്കെ,
നമ്മളിതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മല്ലിയും കുരുമുളകും നമ്മുടെ ചെറിയ ഉള്ളിയും കറിവേപ്പില ക്രഷ് ആക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. മല്ലിയും കുരുമുളകും പൊടിക്കുന്ന സമയത്ത് പൊടിച്ചങ്ങ് പൗഡർ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുത്താൽ മതി കേട്ടോ. അത് ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിലാണ് നമ്മളുടെ സൂപ്പിൽ ഇതിൻ്റെ സത്തൊക്കെ നന്നായി ഇറങ്ങുള്ളൂ. മുഴുവനോടായിട്ട് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ അരിഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ ഒക്കെ ഫുൾ സത്ത് നമുക്കങ്ങോട്ട് കിട്ടില്ല. ഇത് നമുക്ക് അരിച്ചെടുത്തിട്ടും യൂസ് ചെയ്യാം, അരിച്ചെടുക്കാതെയും യൂസ് ചെയ്യാം. പക്ഷേ അരിച്ചെടുക്കാതെ നമ്മളതൊക്കെ കടിച്ച് അതിലുള്ള മല്ലിയും കുരുമുളകും കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഹെൽത്തിന് അത്രയും നല്ലതാണ്. കുരുമുളകൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലിരിക്കുന്ന കഫം ചളി ഇതൊക്കെ എടുക്കും. പിന്നെ മല്ലിയും തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല രീതിയിലാക്കും, ബോൺസിനൊക്കെ നല്ല ഹെൽത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിനെ കുറിച്ച് നിങ്ങൾ പറയാണ്ടിരിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, എന്നാലും പറയണു. ഗ്യാസ് ട്രബിളിൻ്റെ കാര്യത്തിനും അതേപോലെ തന്നെ ദഹനത്തിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ സ്പൈസിൽ ഈ ഒരു കുട്ടി കുട്ടി പൊടി പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു 10-20 വിസിലടുപ്പിക്കാം. 10-20 വിസിലടുപ്പിക്കുക എന്ന് പറയുന്നത് എല്ലൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടണം നമുക്ക്. ഓക്കെ, അപ്പോൾ പൊടിഞ്ഞ് കിട്ടുക മീൻസ് നമ്മളത് കടിക്കണ സമയത്ത് അങ്ങ് എന്താ പറയുക, നല്ല രീതിയിൽ വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് പൊടിഞ്ഞ് കിട്ടുക എന്നുള്ളത് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ എല്ലുണ്ടല്ലോ വെന്തിട്ടില്ല വെച്ചെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സത്തൊന്നും നമുക്ക് കിട്ടില്ല. ഈ എല്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന സംഭവമാണ് നമ്മൾ ശരിക്കും കഴിക്കേണ്ടത് കുടിക്കേണ്ടത് ഒക്കെ. ഓക്കെ, അപ്പോൾ മട്ടനൊക്കെ മേടിക്കുന്ന സമയത്ത് അതിലത്തെ എല്ല് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മജ്ജ പറയും നമ്മളൊക്കെ, അവിടെ നിങ്ങളൊക്കെ എന്താ പറയുക അറിയില്ല. അപ്പോൾ ആ സംഭവമൊക്കെ നന്നായി ഉറിഞ്ച് കുടിക്കണമെന്ന് പറയും. അപ്പം നമുക്ക് എല്ലാതും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൗഡേഴ്സും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളും ഇലകളും, ഇപ്പോൾ ഞാൻ കറിവേപ്പിലയും കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, പുതിനയില വേണമെങ്കിൽ നിങ്ങൾക്കിടാം, ഫ്ലേവർ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, ഇതിലിപ്പോൾ ഞാനൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണുള്ളൂ. 4 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് ആവണ വരെ വറ്റിച്ചെടുക്കാം. ഒരു 4-4.5 കേട്ടോ, ഒരു 5-ൻ്റെ ഉള്ളിലാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മൾ 4 പേരാണ്, അപ്പോൾ 2 കുട്ടീസും പിന്നെ 2 വലിയ ആളുകളും. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടല്ലോ, ഇത് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ അമ്മമ്മമാരൊക്കെ ഇതിലാണ് എന്തിനുണ്ടാക്കുകയെന്ന് അറിയാം, കുക്കറിലൊന്നുമല്ല, മൺകലത്തിലാണ് ഉണ്ടാക്കുക. മൺകലത്തിലുണ്ടാക്കിയിട്ട് അവരടുപ്പിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ കുടിക്കും. ഐ മീൻ ഉറങ്ങണ സമയങ്ങളിലോ അല്ലെങ്കിൽ എല്ലാ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം അവരിങ്ങനെ സൂപ്പാക്കിയിട്ട് കുടിക്കും. അപ്പോൾ കലത്തിൽ നിറയെ ഉണ്ടാവും. പണ്ടൊക്കെ ഇതുപോലെ ചെറു കുടുംബങ്ങളല്ലല്ലോ, കൂട്ടുകുടുംബങ്ങളല്ലേ ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ളത് വീണ്ടും ചൂടാക്കി ഇങ്ങനെ കുടിക്കും. അപ്പോൾ അത്രയും നല്ലതാണത്. നമ്മളിതിൽ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളുടെ സ്പൈസസൊക്കെ ചതച്ച് വെച്ചതിട്ട് ഒന്ന് കഴുകി എടുത്തോളൂ കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജാറും ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തോളൂ, ഒന്നും വേസ്റ്റ് ആക്കണ്ട. എല്ലാം നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഒരു 5 ഗ്ലാസ്സോളം, അതായത് ഇതൊക്കെ ഒന്ന് മുങ്ങി നിൽക്കണം. ആ ഒരു ലെവലിൽ എത്തിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായി വേവിക്കുക. നന്നായി വെന്ത് കിട്ടണം. ഞാൻ വീണ്ടും പറയുന്നു, നന്നായി വെന്താലാണ് അതിനുള്ള സത്തൊക്കെ കിട്ടുക. നമ്മളെ എല്ല് പിടിക്കുമ്പോൾ അങ്ങനെ ഒന്ന് പൊട്ടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഇതായിട്ടുണ്ടാവുക. അപ്പോൾ അത്രയും വിസിലടുപ്പിക്കണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വെളിച്ചെണ്ണയും അതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നെയ്യിൻ്റെ സംഭവം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് വിസിലടുപ്പിച്ചിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാ സംഭവം ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മൺകലം ഉണ്ട് വെച്ചെങ്കിൽ മൺകലത്തിൽ ഉണ്ടാക്കാം, വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഇവിടെ വിറകടുപ്പ് സംഭവമൊന്നുമില്ല, ഗ്യാസിൽ തന്നെയാണ് ഒക്കെ ഉണ്ടാക്കണത്. മൺകലത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് കത്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത്. കുക്കറിലാണെങ്കിൽ ഒരു 10-20 വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെന്ത് കിട്ടും. മൺകലത്തിലാണെങ്കിൽ നല്ല രീതിയിൽ അടച്ച് വെച്ച് നന്നായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കുത്തി നോക്കി അറിയാൻ പറ്റും ആയോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യുക, വേവിച്ചെടുക്കുക. പിന്നെ ഉണ്ടല്ലോ, സൂപ്പ് കുടിക്കുന്ന സമയത്ത് സൂപ്പ് കുടിച്ചതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ, അത് ഓർത്തേക്കണേ. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് നന്നായി ചൂടായണ സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് കേട്ടോ. നെയ്യും വളരെ നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനൊരു നെയ്യ് മെൽട്ടാവാത്ത നെയ്യാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. ഓക്കെ,
നെയ്യൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് വറുത്തെടുക്കാം. ഇത് നമ്മുടെ സൂപ്പിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പരിപാടി തന്നെയാണ് കേട്ടോ, വറുത്തിടൽ എന്ന് പറയും. ഇപ്പോൾ സൂപ്പാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും ചട്നി ആണെങ്കിലും സാമ്പാറാണെങ്കിലും എന്താണെങ്കിലും നമ്മളൊന്ന് വറുത്തിട്ടതിന് ശേഷം അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മളുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓണിയൻ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ, നല്ല മണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നെയ്യൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നമുക്കൊരു പാക്കറ്റ് മേടിക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളുടെ കറികളിലൊക്കെ ഒന്ന് യൂസ് ആക്കുന്നത് വളരെ നല്ലതാണ്, ഹെൽത്തിനും നല്ലതാണ്. അതേപോലെ തന്നെ ഇതുപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിലും രസം തന്നെയാണ്, പക്ഷേ നെയ്യിലാണെങ്കിൽ ഒന്നുകൂടെ രസമാണ് കേട്ടോ. അപ്പോൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകുന്ന വേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് നമ്മളുടെ മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മട്ടൻ സൂപ്പിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് ഒഴിക്കണമെന്നൊന്നുമില്ല, നമുക്കിത് വറുത്തത് തിരിച്ച് നമ്മളുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചാലും മതി. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ പാടെ ഇങ്ങോട്ട് മിക്സായിട്ട് ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ. മൺകലത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മൺകലത്തിൻ്റെയും കൂടെ ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കത് ഇത്രയും സൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ല സ്മെല്ലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് അത്രയും നല്ലതാണ് ഈ ഒരു സൂപ്പ്. മൊത്തത്തിൽ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലിൻ്റെ ഒക്കെ ഫുൾ സത്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഇത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഹെൽത്തിന് ഇത്രയും ബെനിഫിറ്റുള്ള ഒരു സൂപ്പ് വേറെ ഏതും ഉണ്ടാവില്ല. നമുക്കിതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കുടിക്കാം. കണ്ടോ, വളരെ നല്ലതാണ്. ഇപ്പോൾ എല്ലാവർക്കും, പ്രായമായവർക്കും കുട്ടികൾക്കും പിന്നെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും കഴിയാത്തവർക്കും എല്ലാവർക്കും നല്ലതാണ്. പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ ഇതിൽ കുറച്ച് ഉലുവയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഉലുവയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കൽ. കുട്ടികൾക്കും അതുപോലെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉലുവ ഇടണമെന്നൊന്നുമില്ല. ഉലുവയാണെങ്കിൽ നല്ല തന്നെയാണ്, പക്ഷെ നമ്മളത് ഉലുവ ഇട്ടിട്ടില്ല. ഒരു വേറെ ഫ്ലേവർ ആയിരിക്കും അതിന്. അപ്പോൾ നമ്മളുടെ അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ പറയണു, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.